കഴിഞ്ഞ ദിവസം ഭാരത ബന്ദായിരുന്നു. കേരളം ഭാരതത്തിലല്ലേ, കേരളത്തിൽ ബന്ദ് നടന്നാൽ ഭാരത ബന്ദായി നിങ്ങൾ കണക്കാക്കില്ലേ എന്നൊക്കെയുള്ള ട്രോളുകൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയതാണ്. കാരണം ഭാരത ബന്ദ് കേരളത്തിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇതോടുകൂടി നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നരേന്ദ്രമോദി ഈ ബന്ധോടുകൂടി കൂടുതൽ ശക്തനായി എന്ന് മനസ്സിലായി എന്നുള്ളതാണ് ഈ ബന്ദിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. കാരണം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു ബന്ദ് നടത്താനുള്ള ശക്തി പോലും ഇപ്പോൾ കേരളത്തിലില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. പിന്നെ ഇടതുപക്ഷം ഇവിടെ കത്തി കാണിച്ചും മുണ്ടുപൊക്കി കാണിച്ചും ഒക്കെ പൊതുജനങ്ങളെ വരട്ടുകയും ഭീഷണിപ്പെടുത്തുകയും വീട്ടിനകത്ത് ഓടിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കേരളത്തിൽ പൊതുജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ സ്വാഭാവികമായിട്ടും ഭയക്കുന്ന ഒരു നാടാണ് ഈ ബന്ധൊക്കെയുള്ള സമയത്ത്. കാരണം പൊതുജനങ്ങളുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുക, പൊതുജനങ്ങളുടെ വാഹനങ്ങളുടെ കാറ്റൂരി വിടുക, മീൻ കച്ചവടക്കാരുടെ മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക, മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ തടഞ്ഞ മരുന്നുകളെല്ലാം തല്ലിപ്പൊട്ടിച്ച് കളയുക, രോഗികൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെന്ന് പറയുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അതേസമയം ബന്ദ് നടത്തുന്ന ഇടതുപക്ഷ മുതലാളിമാരും ഇടതുപക്ഷ സഖാക്കന്മാരും എല്ലാം റോഡിൽ യഥേഷ്ടം ഇറങ്ങി നടക്കുകയും ചെയ്യും. എന്നാൽ ഇതേ ബന്ദിൻ്റെ പേരും പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ ചെല്ലാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ അവിടെ നല്ല അടി കിട്ടുമെന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീഹാറിൽ RJD സപ്പോർട്ടേഴ്സ് ബന്ദിൻ്റെ ഭാഗമായി ഒരു ട്രെയിൻ തടയാനായി റെയിൽവേ പാളത്തിൻ്റെ മുമ്പിൽ നെഞ്ചുപിരിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ഞങ്ങളത് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതാണ്, യൂട്യൂബിൻ്റെ വയലേഷൻ ഇല്ലെങ്കിൽ. എന്തായാലും ആ ദൃശ്യങ്ങളിലുള്ളത് പാണ്ടിലോറിക്ക് മുമ്പിൽ തവള നെഞ്ചുപിരിച്ച് നിൽക്കുന്നത് പോലെ ഇവർ നിൽക്കുകയാണ്. എന്നാൽ ട്രെയിന് വരുമ്പോൾ ട്രെയിന് നിർത്താനായി കൂട്ടാക്കുന്നില്ല. ഇവർ ബാരിക്കേഡല്ല ക്ഷമിക്കണം, ഇവർ പ്ലക്കാർഡ് വെച്ച് ട്രെയിനിൻ്റെ റെയിൽവേ പ്ലാറ്റ്ഫോമൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ട്രാക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുമ്പോൾ ട്രെയിൻ വരുമ്പോൾ ട്രെയിൻ ഇവരുടെ നെഞ്ചത്തൂടെ കയറി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓടി മാറിയത് കൊണ്ട് ആർക്കും പരിക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. എന്തായാലും കേരളത്തിൽ മാത്രമുണ്ടായ ഒരു പ്രത്യേക പ്രതിഭാസമായിരുന്നു ഈ ബന്ദ് എന്ന് പറയുന്നത്. കുറേ കാലമായി ബന്ധമൊന്നുമില്ലാതിരുന്ന മലയാളികൾക്ക് യഥാർത്ഥത്തിൽ ഈ ബന്ദ് ഒരു അനുഗ്രഹമായി, അവർക്കൊരു ആശ്വാസമായി. കാരണം കുറച്ച് കാലം വീട്ടിൽ ഇരിക്കുകയല്ല, കുറച്ച് നേരം വീട്ടിൽ ഇരിക്കാമല്ലോ എന്നുള്ളതാണ്. പെട്ടുപോയത് അസംഘടിത തൊഴിലാളികളാണ്. അതായത് ഈ തട്ടുകട നടത്തുന്ന ആൾക്കാർ, വണ്ടി ഉന്തി ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള പാവപ്പെട്ട ജനങ്ങളാണ്. കാരണം അവർക്ക് അന്നന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് അന്നന്നത്തെ ജീവിതം കഴിച്ചു പോകുന്ന വ്യക്തികളാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ മുമ്പിൽ നിൽക്കുന്നതും. അതുകൊണ്ട് അവരും അനുഭവിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.